നമസ്കാരം. PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. ആ ഫ്രീ കോഴ്സിന്റെ ഭാഗമായി എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സിലബസ് അനുസരിച്ചുള്ള സമ്പൂർണ്ണമായ ടോപ്പിക് ബേസ്ഡ് ക്ലാസ്സുകൾ, അതും SCERT ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആഴ്ചയും LDC LGS മുൻകാല ചോദ്യങ്ങളും അവയുടെ റിലേറ്റഡ് ഫാക്ട്സും നമ്മൾ ചെയ്യുന്നതാണ്. അതിനോടൊപ്പം തന്നെ PSCയുടെ സ്ഥിരം ചോദ്യ മേഖലകളും അവ പഠിക്കേണ്ട കുറുക്ക് വഴികളും ചർച്ച ചെയ്യുന്ന LDC LGS സൂപ്പർ മാരത്തോൺ എന്നൊരു ക്ലാസ് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കേരള PSC LDC LGS 2024 ഫ്രീ കോഴ്സ് എല്ലാ സുഹൃത്തുക്കളും മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് PSC ബുള്ളറ്റിനിൽ നിന്നും നിരന്തരം ആവർത്തിക്കുന്ന 600 ചോദ്യങ്ങളുടെ ഒന്നാം ഭാഗത്തിലേക്കാണ്. സുഹൃത്തുക്കൾക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ക്ലാസ്സിലേക്ക്. നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം എവിടെയാ സുഹൃത്തുക്കളെ? ചെമ്പഴന്തിയാണ്. ആത്മവിദ്യാസംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച നവോത്ഥാന നായകനാരാണ്? വാഗ്ഭടാനന്ദനാണ്. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. സാധുജന പരിപാലന സംഘം ആരംഭിച്ച നവോത്ഥാന നായകൻ അയ്യൻകാളിയാണ്. സാധുജന പരിപാലന സംഘം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് അയ്യൻകാളിയാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം എന്ന സംഘടന ആരംഭിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവാരെന്ന് ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാടാണ്. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകത്തിന്റെ രചയിതാവാരെന്ന് ചോദിച്ചാൽ അത് VT ഭട്ടതിരിപ്പാടാണ്. കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് അഗമാനന്ദ സ്വാമിയാണ്. പഠിക്കണേ, കാലടിയിലെ രാമകൃഷ്ണ അദ്വൈത ആശ്രമത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് അഗമാനന്ദ സ്വാമികളാണ്. സുഹൃത്തുക്കൾ ടൈം കിട്ടുമ്പോൾ ഇത് വ്യക്തമായിട്ട് കേട്ട് പഠിക്കുക. ഒത്തിരി ചോദ്യങ്ങൾ PSC പ്രീവിയസ് ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി. ആത്മവിദ്യാസംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ. സാധുജന പരിപാലന സംഘം ആരംഭിച്ച നവോത്ഥാന നായകൻ അയ്യങ്കാളി. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികൾ. അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്കുന്ന നാടകത്തിന്റെ രചയിതാവ് VT ഭട്ടതിരിപ്പാട്. കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിന്റെ സ്ഥാപകൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് അഗമാനന്ദ സ്വാമികളാണ്. പഠിക്കുക. വിദ്യാഭോഷിണി സഭ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. വിദ്യാഭോഷിണി സഭ സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ചിത്രീകരിക്കുന്ന ജാതിക്കുമ്മി എന്ന പദ്യം രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ചിത്രീകരിക്കുന്ന ജാതിക്കുമ്മി എന്ന പദ്യം രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പാടിയ കവി കുമാരനാശാനാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പാടിയ കവി കുമാരനാശാനാണ്. 1936 മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയതാണെന്ന് ചോദിച്ചാൽ അത് AK ഗോപാലനാണ്. 1936 മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചതാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് AK ഗോപാലനാണ്. ഊരൂട്ടമ്പലം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. ഊരൂട്ടമ്പലം ലഹളയ്ക്ക് നേതൃത്വം നൽകിയ നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എന്ന് ചോദിച്ചാൽ അത് പന്മനയാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലമേ എന്ന് ചോദിച്ചാൽ അത് പന്മനയാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞതാരെന്ന് ചോദിച്ചാൽ സഹോദരൻ അയ്യപ്പനാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യനെ എന്ന് പറഞ്ഞതാരെന്ന് ചോദിച്ചാൽ അത് സഹോദരൻ അയ്യപ്പനാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചിരിക്കുക. വിദ്യാപോഷിണി സഭ ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ചിത്രീകരിക്കുന്ന ജാതിക്കുമ്മി എന്ന പദ്യം രചിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പാടിയ കവി കുമാരനാശാൻ. 1936 മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലനാണ്. ഊരൂട്ടമ്പലം ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകൻ അയ്യങ്കാളിയാണ്. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് പന്മനയാണ്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ മാസം 12-ാം തീയതി. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ മാസം 12-ാം തീയതി. ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ആലത്തൂരിൽ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ആരാ സുഹൃത്തുക്കളെ? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേരാണ് ചാന്നാർ ലഹള. മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേരാണ് ചാന്നാർ ലഹള.
കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികള്. കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. ആലുവയില് അദ്വൈതാശ്രമം സ്ഥാപിച്ച നവോത്ഥാന നായകനായിരുന്നു ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരും പ്രസാധകനുമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദനാണ്. അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപനായും അതുപോലെ പ്രസാധകനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദനാണ്. അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഒന്നുകൂടി പറയാം. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തീയതി 1936 നവംബർ മാസം 12 തീയതി. ആലത്തൂർ സിദ്ധാശ്രമം സ്ഥാപിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. മേൽമുണ്ട് കലാപത്തിന്റെ മറ്റൊരു പേര് ചാന്നാർ ലഹള. കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു. അഭിനവ കേരളം എന്ന പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരും പ്രസാധകനുമായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ. അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ദർശനമാല രചിച്ചത് ശ്രീനാരായണ ഗുരു. ദർശനമാല രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. സംസ്കൃത വിദ്യാ കേന്ദ്രമായ തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. ദർശനമാല രചിച്ചത് ശ്രീനാരായണ ഗുരു. സംസ്കൃത വിദ്യാ കേന്ദ്രമായ തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888 വാലസമുദായ സഭ ആരംഭിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. വാലസാമുദായിക സഭ ആരംഭിച്ച വ്യക്തി പണ്ഡിറ്റ് KP കറുപ്പനാണ്. സാമൂഹ്യ പരിഷ്കരണത്തിനായി ജാതിനാശിനി സഭ ആരംഭിച്ചത് ആനന്ദ തീർത്ഥർ. സാമൂഹ്യ പരിഷ്കരണത്തിനായിട്ട് ജാതിനാശിനി സഭ ആരംഭിച്ചത് ആനന്ദ തീർത്ഥരാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ തത്വചിന്ത എന്നറിയപ്പെടുന്നത് ആനന്ദമതമാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ തത്വചിന്ത എന്നറിയപ്പെടുന്ന പുസ്തകം ആനന്ദമതമാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ തത്വചിന്ത എന്നറിയപ്പെടുന്നത് ആനന്ദമതമാണ്. സമത്വ സമാജം ആരംഭിച്ച വർഷം 1836. സമത്വ സമാജം ആരംഭിച്ച വർഷം 1836. വയൽവാരം വീട് ഏത് നവോത്ഥാന നായകന്റെ വീട്ടുപേരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരുവിന്റെ. വയൽവാരം വീട് ഏത് നവോത്ഥാന നായകന്റെ വീട്ടുപേരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെ. സ്വാതന്ത്ര്യഗാഥ രചിച്ചത് കുമാരനാശാൻ. സ്വാതന്ത്ര്യഗാഥ രചിച്ചത് കുമാരനാശാൻ. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ. ദർശനമാല രചിച്ചത് ശ്രീനാരായണ ഗുരു. സംസ്കൃത വിദ്യാ കേന്ദ്രമായ തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. വാലസമുദായ സഭ ആരംഭിച്ചത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. സാമൂഹ്യ പരിഷ്കരണത്തിനായി ജാതിനാശിനി സഭ ആരംഭിച്ചത് ആനന്ദ തീർത്ഥരാണ്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ തത്വചിന്ത എന്നറിയപ്പെടുന്നത് ആനന്ദമതമാണ്. സമത്വ സമാജം ആരംഭിച്ച വർഷം 1836. വയൽവാരം വീട് ഏത് നവോത്ഥാന നായകന്റെ വീടാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെ. സ്വാതന്ത്ര്യഗാഥ രചിച്ചത് കുമാരനാശാനാണ്. സ്ത്രീ വിദ്യാപോഷിണി ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. സ്ത്രീ വിദ്യാപോഷിണി ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. SNDP യോഗത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് അരുവിപ്പുറത്ത് വെച്ചായിരുന്നു. SNDP യോഗത്തിന്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് അരുവിപ്പുറത്ത് വെച്ചായിരുന്നു. ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച തീയതി 2014 നവംബർ മാസം 23 തീയതി. ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച തീയതി 2014 നവംബർ മാസം 23 തീയതി. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയിലാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പാലക്കാട് ജില്ലയിലാണ്. ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ കാവാരിക്കുളം കണ്ടൻ കുമാരൻ. ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകനാണെന്ന് ചോദിച്ചാൽ അത് കാവാരിക്കുളം കണ്ടൻ കുമാരൻ. ക്രിസ്തുമത നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ക്രിസ്തുമത നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. യുക്തിവാദി എന്ന പ്രസിദ്ധീകരണത്തിന്റെ അച്ചടി ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളം. യുക്തിവാദി എന്ന പ്രസിദ്ധീകരണത്തിന്റെ അച്ചടി ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളത്ത് നിന്നാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. സ്ത്രീ വിദ്യാപോഷിണി ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. SNDP യോഗത്തിന്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അത് അരുവിപ്പുറത്താണ്. ചാവറയച്ചനെ വിശുദ്ധനായി പ്രഖ്യാപിച്ച തീയതി 2014 നവംബർ മാസം 23 തീയതി. ബ്രഹ്മാനന്ദ ശിവയോഗി സിദ്ധാശ്രമം സ്ഥാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് പാലക്കാട്.
ബ്രഹ്മ പ്രത്യക്ഷ സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ അത് കാവാരിക്കുളം കണ്ടൻ കുമാരനാണ്. ക്രിസ്തുമത നിരൂപണം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. യുക്തിവാദി എന്ന പ്രസിദ്ധീകരണത്തിന്റെ അച്ചടി ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിൽ നിന്നാണ്. ഏത് വർഷമാണ് VT പട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചത്? 1929. ഏതു വർഷമാണ് VT പട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചതെന്ന് ചോദിച്ചാൽ അത് 1929. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1931. വക്കം അബ്ദുൽ ഖാദർ മൗലവി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസികയാണ് അൽ ഇസ്ലാം. വക്കം അബ്ദുൽ ഖാദർ മൗലവി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസിക എന്ന് ചോദിച്ചാൽ അത് അൽ ഇസ്ലാം ആണ്. ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് അംഗീകരിച്ചത്? കാക്കിനട സമ്മേളനത്തില്. ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് കാക്കിനട സമ്മേളനത്തില്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1924 മാർച്ച് 30. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1924 മാർച്ച് മാസം 30. SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറി ആരാണ്? കുമാരനാശാനാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഉപദേശിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഉപദേശിച്ച നവോത്ഥാന നായകനാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരു. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഏതു വർഷമാണ് VT ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചതെന്ന് ചോദിച്ചാൽ 1929. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1931. വക്കം അബ്ദുൽ ഖാദർ മൗലവി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസിക അൽ ഇസ്ലാം. ഐത്തോച്ചാടന കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ് അംഗീകരിച്ചതെന്ന് ചോദിച്ചാൽ അത് കാക്കിനട സമ്മേളനം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1924 മാർച്ച് മാസം 30. SNDP യോഗത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ അത് കുമാരനാശാൻ. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഉപദേശിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുവാണ്. 1923 കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഗാന്ധിജിയുടെ പിന്തുണ തേടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ അത് TK മാധവനാണ്. 1923 കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഗാന്ധിജിയുടെ പിന്തുണ തേടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് TK മാധവനാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികളാണ്. ഇമ്പോർട്ടന്റ് ആണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് പട്ടം താണുപിള്ള, TM വർഗീസ്, കേശവൻ. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് പട്ടം താണുപിള്ള, TM വർഗീസ്, കേശവൻ. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ചരി ആർക്കാണ് സമർപ്പിച്ചത്? ചട്ടമ്പി സ്വാമികൾക്ക്. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ചരി ആർക്കാണ് സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികൾക്ക്. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ദിനപത്രത്തിന്റെ പേര് വേലക്കാരൻ. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ദിനപത്രത്തിന്റെ പേര് ചോദിച്ചാൽ വേലക്കാരൻ. പുലയ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെ. പുലയ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെയാണ്. 1923 കാക്കിനട കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ ഗാന്ധിജിയുടെ പിന്തുണ തേടിയ സാമൂഹിക പരിഷ്കർത്താവ് ആര് എന്ന് ചോദിച്ചാൽ TK മാധവനാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമരത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് പട്ടം താണുപിള്ള, TM വർഗീസ്, കേശവൻ. ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ചരി ആർക്കാണ് സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികൾക്ക്. സഹോദരൻ അയ്യപ്പൻ ആരംഭിച്ച ദിനപത്രത്തിന്റെ പേര് വേലക്കാരൻ. പുലയ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അയ്യങ്കാളിയെ. മലബാറിൽ ക്ഷേത്രപ്രവേശന നിയമം നിലവിൽ വന്ന വർഷം 1947. മലബാർ ക്ഷേത്രപ്രവേശന നിയമം നിലവിൽ വന്ന വർഷം 1947. ശിവശതകം രചിച്ചതാരാണ്? ശ്രീനാരായണ ഗുരുവാണ്. പുരോഗമനാശയം പ്രചരിപ്പിക്കുന്നതിനായി യോഗക്ഷേമ സഭ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഉണ്ണി നമ്പൂതിരി. പുരോഗമനാശയങ്ങള് പ്രചരിപ്പിക്കുന്നതിനായി യോഗക്ഷേമ സഭ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഉണ്ണി നമ്പൂതിരി. കേരളത്തിലെ മലങ്കര സിറിയൻ വിഭാഗത്തിന്റെ പരിഷ്കരണ നേതാവ് പാലക്കുന്നത്ത് എബ്രഹാം മാൽപ്പൻ. പഠിച്ചോളണേ, കേരളത്തിലെ മലങ്കര സിറിയൻ വിഭാഗത്തിന്റെ പരിഷ്കരണ നേതാവ് എന്നറിയപ്പെടുന്നത് പാലക്കുന്നത്ത് എബ്രഹാം മാൽപ്പനാണ്. വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. പ്രഭാതം എന്ന
പത്രം ആരംഭിച്ചത് EMS നമ്പൂതിരിപ്പാട്. പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് EMS നമ്പൂതിരിപ്പാട്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, മലബാർ ക്ഷേത്രപ്രവേശന നിയമം നിലവിൽ വന്ന വർഷം 1947. ശിവശതകം രചിച്ചത് ശ്രീനാരായണ ഗുരു. പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി യോഗക്ഷേമ സഭ ആരംഭിച്ച പ്രസിദ്ധീകരണം ഉണ്ണി നമ്പൂതിരി. കേരളത്തിലെ മലങ്കര സിറിയൻ വിഭാഗത്തിന്റെ പരിഷ്കരണ നേതാവെന്ന് അറിയപ്പെടുന്നത് പാലക്കുന്നത്ത് എബ്രഹാം മാൽപ്പനാണ്. വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാരെന്ന് ചോദിച്ചാൽ അത് അയ്യങ്കാളിയാണ്. പ്രഭാതം എന്ന പത്രം ആരംഭിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. പഠിക്കുക. യുക്തിവാദി എന്ന മാഗസീന്റെ പത്രാധിപരായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പനാണ്. യുക്തിവാദി എന്ന മാഗസീനിന്റെ പത്രാധിപനായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ. ഏത് വർഷമാണ് സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി എന്ന പത്രം ആരംഭിച്ചത്? 1928. ഏത് വർഷമാണ് സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി എന്ന പത്രം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1928. ധർമ്മം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ. ധർമ്മം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ. ഓരോ പള്ളിക്കുമൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന ആശയം അവതരിപ്പിച്ചത് ചാവറയച്ചനാണ്. ഓരോ പള്ളിക്കുമൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന ആശയം ആരംഭിച്ചത് ചാവറ അച്ഛനാണ്. അയ്യങ്കാളി ജനിച്ച സ്ഥലം വെങ്ങാനൂര്. അയ്യങ്കാളി ജനിച്ച സ്ഥലം വെങ്ങാനൂരാണ്. തെക്കൻ തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതു ലക്ഷ്മിഭായി ആണ്. തെക്കൻ തിരുവിതാംകൂറിലെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അത് സേതു ലക്ഷ്മിഭായി ആണ്. ഒന്നുകൂടി പറയാം, യുക്തിവാദി എന്ന മാഗസീന്റെ പത്രാധിപരായിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ. ഏത് വർഷമാണ് സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി എന്ന പത്രം ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ 1928. ധർമ്മം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ. ഓരോ പള്ളിക്കുമൊപ്പം ഓരോ പള്ളിക്കൂടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ചാവറയച്ചനാണ്. അയ്യങ്കാളി ജനിച്ച സ്ഥലം വെങ്ങാനൂർ. തെക്കൻ തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് സേതു ലക്ഷ്മിഭായി ആണ്. നിർവൃതി പഞ്ചകം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ. നിർവൃതി പഞ്ചകം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ രചനയാണ്. ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിന്റെ സ്ഥാപകൻ പറവൂർ ശ്രീധരൻ തമ്പിയാണ്. ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിന്റെ സ്ഥാപകൻ പറവൂർ ശ്രീധരൻ തമ്പിയാണ്. വേദാധികാര നിരൂപണം ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികളുടെ രചനയാണ്. വേദാധികാര നിരൂപണം ആരുടെ രചനയാണ്? ചട്ടമ്പി സ്വാമികളുടെ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ആരംഭിച്ച തീയതി 1903 മെയ് മാസം 15. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ആരംഭിച്ച തീയതി 1903 മെയ് മാസം 15. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891. മലയാളി മെമ്മോറിയല് സമർപ്പിച്ച വർഷം ചോദിച്ചാൽ അത് 1891. പ്രത്യക്ഷ രക്ഷ ദൈവസഭ ആരംഭിച്ചത് കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷ ദൈവസഭ ആരംഭിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, നിർവൃതി പഞ്ചകം ആരുടെ രചനയാണെന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിന്റെ സ്ഥാപകൻ പറവൂർ ശ്രീധരൻ തമ്പി. വേദാധികാര നിരൂപണം ആരുടെ രചനയാണെന്ന് ചോദിച്ചാൽ അത് ചട്ടമ്പി സ്വാമികളുടെ. ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം ആരംഭിച്ച തീയതി 1903 മെയ് മാസം 15. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലനാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891. പ്രത്യക്ഷ രക്ഷ ദൈവസഭ ആരംഭിച്ചത് കുമാര ഗുരുദേവനാണ്. പഠിക്കുക. നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ഘടന ആവിഷ്കരിച്ചത് ഏതിനെ അനുസരിച്ചാണെന്ന് ചോദിച്ചാൽ സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയില്. നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ഘടന ആവിഷ്കരിച്ചത് ഏതിനെ അനുകരിച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയെ അനുകരിച്ചുകൊണ്ടാണ്. കുമാരനാശാന്റെ അവസാനത്തെ രചന കരുണ. കുമാരനാശാന്റെ അവസാനത്തെ രചന എന്നറിയപ്പെടുന്നത് കരുണയാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1938. ചാന്നാർ ലഹള നടന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവ് ഉത്രം തിരുനാളായിരുന്നു. ചാന്നാർ ലഹള സമയത്ത് തിരുവിതാംകൂർ രാജാവാരെന്ന് ചോദിച്ചാൽ അത് ഉത്രം തിരുനാളായിരുന്നു. പ്രാചീന മലയാളം രചിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. പ്രാചീന മലയാളം രചിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ്. കുമാരനാശാന്റെ ജന്മസ്ഥലം കായിക്കര. കുമാരനാശാന്റെ ജന്മസ്ഥലം കായിക്കരയാണ്. സവർണജാഥ നയിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. സവർണജാഥ നയിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ. സവർണജാഥ നയിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, നായർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ഘടന ആവിഷ്കരിച്ചത് ഏതിനനുസരിച്ചാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഏതിനനുകരിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിക്ക് അനുകരിച്ച്
കുമാരനാശാന്റെ അവസാനത്തെ രചന കരുണ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1938. ചാന്നാർ ലഹള നടന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവായിരുന്നു ചോദിച്ചാൽ അത് ഉത്രം തിരുനാളാണ്. പ്രാചീന മലയാളം രചിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികൾ. കുമാരനാശാന്റെ ജന്മസ്ഥലം കായിക്കര. സവർണജാഥ നയിച്ച നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭനാണ്. ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം 1928. ശ്രീനാരായണ ഗുരു സമാധിയായ വർഷം 1928. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വതും സോദരേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ക്രിസ്തുമതഛേദനം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ക്രിസ്തുമതഛേദനം രചിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ഇരിങ്ങാലിക്കുട കൂടൽ മാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം കുട്ടംകുളം സത്യാഗ്രഹം. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ചോദിച്ചാൽ അത് കുട്ടംകുളം സത്യാഗ്രഹമാണ്. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്തിൽ പൊതുഖജനാവ് ദുർവിനിയോഗം ചെയ്യുന്നതിനെതിരെ വിമർശിച്ചുകൊണ്ട് 1 ലക്ഷം രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം സ്വദേശാഭിമാനി പത്രം. പഠിച്ചോളെ, ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലഘട്ടത്തില് പൊതുഖജനാവ് ദുർവിനിയോഗം ചെയ്യുന്നതിനെ വിമർശിച്ചുകൊണ്ട് 1 ലക്ഷം രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം സ്വദേശാഭിമാനി പത്രം. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ആലപ്പുഴയാണ്. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രീനാരായണ ഗുരുവിന്റെ സമാധിയായ വർഷം 1928. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വതം സോദരേതര വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ആരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ. ക്രിസ്തുമതഛേദനം രചിച്ചത് ചട്ടമ്പി സ്വാമികൾ. ഇരിങ്ങാലക്കുടയിൽ കൂടൽ മാണിക്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സത്യാഗ്രഹം കുട്ടംകുളം സത്യാഗ്രഹം. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലഘട്ടത്തിൽ പൊതുഖജനാവ് ദുർവിനിയോഗം ചെയ്യുന്നതിനെ വിമർശിച്ചുകൊണ്ട് 1 ലക്ഷം രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്വദേശാഭിമാനി പത്രം. ഗ്രന്ഥശാല പ്രവർത്തകനായ PN പണിക്കരുടെ ജന്മസ്ഥലം ചോദിച്ചാൽ അത് ആലപ്പുഴയാണ്. പഠിക്കുക. ചാവറയച്ചൻ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് മാന്നാനത്താണ്. ചാവറയച്ചൻ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് എവിടെയാണ്? മാന്നാനത്താണ്. മാതങ്കി കഥാപാത്രമായ കുമാരനാശാന്റെ രചനയാണ് ചണ്ടാല ഭിക്ഷുകി. മാതങ്കി കഥാപാത്രമായിട്ടുള്ള കുമാരനാശാന്റെ രചനയാണ് ചണ്ടാല ഭിക്ഷുകി. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം ചോദിച്ചാൽ അത് വില്ലുവണ്ടി സമരമാണ്. ചാന്നാർ ലഹള അതിന്റെ ലക്ഷ്യം കൈവരിച്ച വർഷം 1859 ജൂലൈയില്. ചാന്നാർ ലഹള അതിന്റെ ലക്ഷ്യം കൈവരിച്ച വർഷം ചോദിച്ചാൽ 1859 ജൂലൈ മാസത്തിലാണ്. മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ട് തിരുവിതാംകൂറിൽ നടന്ന ലഹളയാണ് ചാന്നാർ ലഹള. മാറുമറയ്ക്കൽ ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിൽ നടന്ന ലഹള എന്ന് ചോദിച്ചാൽ അത് ചാന്നാർ ലഹള. ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം കണ്ണമ്മൂല. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ചോദിച്ചാൽ അത് കണ്ണമ്മൂലയാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദൻ. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ചാവറയച്ചൻ സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മാന്നാനത്താണ്. മാതങ്കി കഥാപാത്രമായ കുമാരനാശാന്റെ രചന ചണ്ടാല ഭിക്ഷുകി. സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരം വില്ലുവണ്ടി സമരം. ചാന്നാർ ലഹള അതിന്റെ ലക്ഷ്യം കൈവരിച്ച വർഷം 1859 ജൂലൈയിലാണ്. മാറുമറയ്ക്കലിന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂറിൽ നടന്ന ലഹള ചാന്നാർ ലഹള. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം കണ്ണൻമൂല. കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. ആത്മോപദേശ ശതകം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ രചന. ആത്മോപദേശ ശതകം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ രചന. EMS മന്ത്രിസഭയെ പുറത്താക്കാൻ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് വിമോചന സമരം. EMS മന്ത്രിസഭയെ പുറത്താക്കാൻ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് വിമോചന സമരം. കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായിക അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായിക അക്കമ്മ ചെറിയാനാണ്. കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികൾ. കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികൾ. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ആത്മോപദേശ ശതകം ആരുടെ രചനയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ. EMS മന്ത്രിസഭ പുറത്താക്കാൻ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സമരം വിമോചന സമരം. കേരളൻ എന്ന തൂലികാ നാമത്തിൽ
അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണെന്ന് ചോദിച്ചാൽ അത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായിക അക്കമ്മ ചെറിയാനാണ്. കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെട്ടത് ആഗമാനന്ദ സ്വാമികളാണ്. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. പഠിക്കുക. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആചാര്യ വിനോബ ഭാവെയാണ്. പഠിക്കണേ. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആചാര്യ വിനോബ ഭാവെയാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം 1907. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം 1907 തെക്കൻ തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് റാണി സേതു ലക്ഷ്മിഭായി ആണ്. തെക്കൻ തിരുവിതാംകൂറിലെ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് റാണി സേതു ലക്ഷ്മിഭായി ആണ്. 1833 ശുചീന്ദ്രം രഥോത്സവത്തിൽ അവർണരുമൊത്ത് തേരിന് വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. 1833 ശുചീന്ദ്രം രഥോത്സവത്തില് അവർണർക്കുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികളാണ്. കാളി നാടകം, ദർശനമാല എന്നിവ ആരുടെ കൃതി എന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. കാളി നാടകം, ദർശനമാല എന്നിവ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവ് ആചാര്യ വിനോബ ഭാവെയാണ്. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം ആരംഭിച്ച വർഷം 1907. തെക്കൻ തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ റാണി സേതു ലക്ഷ്മിഭായി ആണ്. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകൻ വൈകുണ്ഠസ്വാമികൾ. കാളി നാടകം, ദർശനമാല എന്നിവ ആരുടെ കൃതിയാണെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ PSC ബുള്ളറ്റിൽ നിന്നുള്ള കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട 600 ചോദ്യങ്ങളിലെ ആദ്യത്തെ ആവർത്തിക്കുന്ന 100 ചോദ്യങ്ങൾ. സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഇത് പഠിച്ചിട്ട് പോകണം. പ്രത്യേകിച്ച് LGSഉം LDCയും ഉള്ള സുഹൃത്തുക്കൾക്ക് ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം പക്കാ ഉറപ്പിക്കാം. അതുകൊണ്ട് സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം പഠിച്ചിട്ട് പോകുക. നിങ്ങൾക്ക് ടൈം കിട്ടുമ്പോൾ 1 or 2 തവണ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നത് വളരെ നല്ലതാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കളെ അവർക്ക് നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക.